ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണല്ലോ നാം ഇപ്പോൾ. പീഠാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമുക്കേറെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സഹായിക്കുന്ന കുരിശിലെ അന്ത്യമൊഴികൾ ഇന്നു മുതൽ തുടർച്ചയായ 7 ദിവസങ്ങളിൽ ധ്യാനിക്കാൻ എടുക്കാം എന്നാണ് കരുതുന്നത്. ഒരാൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന വാക്കുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈശോയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുക്കം പറയുന്ന വാക്കുകൾ ഒന്നുകിൽ അയാൾ ജീവിച്ച ജീവിതത്തിൻ്റെ ഒരു സംഗ്രഹമായിരിക്കും, ഒരു സമ്മറി ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ ജീവിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു സംഗ്രഹവുമാകാം. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി 2-3 ചോദ്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ ചോദ്യം, എപ്പോഴാണ് മരിച്ചത്? രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് അടക്കം ചെയ്യുന്നത്? എപ്പോഴാണ് ശവസംസ്കാരം? മൂന്നാമത്, ഒരുപക്ഷെ നമുക്ക് കുറേ കൂടി അടുത്തവരും അയൽവക്കക്കാരുമൊക്കെയാണ് എങ്കിൽ നമ്മൾ ചോദിക്കുന്നതാണ്, മരിച്ച സമയത്ത് ആരൊക്കെ കൂടെയുണ്ടായി? അവസാനം എന്താണ് പറഞ്ഞത്? കാരണം അയാൾ അവസാനം പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈശോ അഷ്ടഭാഗ്യങ്ങളുടെ മലയിൽ, ഒരു കുന്നിൻ്റെ മുകളിൽ തൻ്റെ പ്രഭാഷണം ആരംഭിച്ചാണ് പരസ്യകാല ജീവിതത്തിൻ്റെ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. അഷ്ടഭാഗ്യങ്ങളുടെ മലയിൽ ആരംഭിച്ച പ്രഭാഷണം കാൽവരി കുന്നിലെ കുരിശ് ബലിവേദിയാക്കിയും വചനവേദിയാക്കിയും ഒരു സപ്തവാക്യങ്ങൾ പറഞ്ഞ് 7 വാക്യങ്ങൾ പറഞ്ഞ് അവൻ ഈ ഭൂമിയോട് വിട പറയുകയാണ്. 7 വാക്യങ്ങൾ ഇതുകൊണ്ട് പലയിടങ്ങളിൽ പലരും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എടുക്കാറുണ്ട്. നിങ്ങളെ ഈ ധ്യാനം ഒരുപാട് സഹായിക്കും, ഈ 7 വചനങ്ങൾ ധ്യാനിക്കുക എന്നുള്ളത്. ഏതൊക്കെയാണ് ഈ 7 വചനങ്ങൾ? ഒന്നാമതായി, പിതാവേ, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. രണ്ടാമത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും, അല്ലെങ്കിൽ നല്ല കള്ളനോട് പറയുന്ന വചനം. മൂന്നാമതായി, ഇതാ നിൻ്റെ അമ്മ. നാലാമതായി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അഞ്ചാമതായി, എനിക്ക് ദാഹിക്കുന്നു. ആറാമതായി, എല്ലാം പൂർത്തിയായി. ഏഴാമതായി, അബ്ബാ പിതാവേ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. താൻ ജീവിച്ച ജീവിതത്തിൻ്റെ മുഴുവൻ സംഗ്രഹമാണ് സത്യത്തിൽ ഈ 7 വചനങ്ങൾ. ഇതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്വാഭാവികമായി ഈശോയുടെ കാര്യത്തിലും മാത്രമല്ല, ഒരാൾ തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അയാൾ ആ മരണസമയത്ത് പറയുന്ന വാക്കുകൾ വളരെ പ്രാധാന്യത്തോടു കൂടിയായിട്ടാണ് എല്ലാവരും നോക്കിക്കാണാറുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദര വൈദികൻ പറഞ്ഞ ഞാൻ ഓർക്കുന്നു. നാടോടിയായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലനാണവൻ. അവനും ശാരീരികമായ പല ശേഷിക്കുറവൊക്കെയുണ്ട്. അവനിങ്ങനെ പല സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കെ റോഡ് കുറുകെ കടക്കുന്ന നേരത്ത് ഒരു ലോറി വന്ന് അവൻ ഇടിക്കാനായിട്ടിട വന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ബോഡിയിലൂടെ മുഴുവൻ ടയർ വന്ന് അരഞ്ഞു. അവൻ റോഡിൽ കിടക്കുകയാണ്. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്, എൻ്റെ ഉമ്മായിക്ക് ഇനി ആര് ചോറ് കൊടുക്കും? എൻ്റെ ഉമ്മായിക്ക് ആര് ചോറ് കൊടുക്കും എന്ന് പറയുന്നതും തല താഴ്ത്തി അവൻ മരിക്കുകയാണ്. സത്യത്തിൽ ഈ പയ്യൻ, ഈ ബാലൻ, അവൻ്റെ ജീവിതത്തിലുടനീളം നടന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഉമ്മായിക്ക് ചോറ് കൊടുക്കാനായിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുക്കം അവൻ അങ്ങനെ ഒരു വാക്യം പറഞ്ഞ് മരിക്കാനായിട്ടിട വരുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുണ്ട്, ബെനഡിക്റ്റ് പാപ്പ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് പറയുന്ന ഏറ്റവും അവസാനത്തെ വാക്യം, ജീസസ് ഐ ലവ് യു എന്നാണ്. നിന്നെ കാണാൻ ഞാൻ വരുന്നു എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പ തൻ്റെ സ്ഥാനത്തിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം, എനിക്ക് വരണം, എനിക്ക് പോയി എൻ്റെ പ്രാണനാഥനെ കാണണം എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഏറ്റവും ഒടുക്കം സാക്ഷ്യപ്പെടുത്തുന്നത് കൂടെ ഉണ്ടായിരുന്ന ഒരു നഴ്സ് തന്നെയാണ്. ജീസസ് ഐ ലവ് യു എന്ന് ആ ചുണ്ടുകളിൽ വാക്കുകൾ ശേഷിപ്പിച്ച്
അദ്ദേഹം തൻ്റെ അവസാന പ്രാണനെ ദൈവത്തിന് കൊടുക്കുകയാണ്. അവസാനം പറയുന്ന വാക്ക് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഫ്രാൻസിൽ ഒരു നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാവായിരുന്നു. വോൾട്ടയർ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുക്കം കിടക്കപ്പായയിൽ, മരണപ്പായയിൽ കിടക്കുന്ന നേരത്ത് അയാൾ പറഞ്ഞ കാര്യമായി പറയപ്പെടുന്നത് ഇതാണ്: എനിക്ക് ദൈവവുമില്ല, മനുഷ്യനുമില്ല, ഞാനിനി ആരുടെ അടുത്ത് പോകും? ഇങ്ങനെ പറഞ്ഞ് അയാൾ കിടന്ന് അലർന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്ന ഹോം നേഴ്സ് പിന്നീട് തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചുവെന്നാണ് പറയുന്നത്: യൂറോപ്പിലുള്ള മുഴുവൻ ധനവും എനിക്ക് തന്നാലും വോൾട്ടയറെ പോലുള്ള ഒരാളുടെ നേഴ്സാകാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, അല്ലെങ്കിൽ അത്ര കണ്ട് ക്ലേശകരമാണ് ഇത് നോക്കിക്കാണുക എന്ന്. പറഞ്ഞു വന്നത് ഇതാണ്: ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം അത് ദൈവസുതനായ മനുഷ്യപുത്രനായ ഈശോ പറയുന്നത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന് സാക്ഷികളാകാനായിട്ട് ഇടവന്നിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ എങ്കിൽ ഈ മരണത്തിൻ്റെ വെപ്രാളത്തിനിടയിൽ അവർ പറയുന്ന വാക്കുകളെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിഞ്ഞേക്കും. അമേരിക്കയിൽ 2007 പിറ്റ്സ്ബർഗിലൊക്കെയുള്ള ഒരു അറിയപ്പെടുന്ന റാൻഡി പോഷ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. 47 വയസ്സ് പ്രായമുള്ള നല്ലൊരു വിശ്വാസിയായ മനുഷ്യൻ പാൻക്രിയാറ്റിക് ക്യാൻസർ വന്ന് മരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അദ്ദേഹത്തിന് 3 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുമുണ്ട്. അദ്ദേഹം വോളണ്ടറിയായി റിട്ടയർമെൻറ്റ് സ്വീകരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി മരണത്തെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് നടത്തി: എനിക്ക് ഒരു ലാസ്റ്റ് ലെക്ചർ സീരീസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയാൽ കൊള്ളാം. തൻ്റെ പ്രിയപ്പെട്ട കൊളീഗ്സ് ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിനെയും കുട്ടികളെയും ഒപ്പം തൻ്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആ ലാസ്റ്റ് ലെക്ചർ സീരീസിന് വേണ്ടി ക്ഷണിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ അന്ത്യപ്രഭാഷണം നടത്തുകയാണ്. അന്ത്യപ്രഭാഷണത്തിൻ്റെ സമ്മറി എന്താണ് എന്ന് ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ചെറുപ്പത്തിലെ സ്വപ്നങ്ങൾ, ബാല്യകാല സ്വപ്നങ്ങൾ നിങ്ങൾ വീണ്ടെടുക്കുക. ക്ഷമ വലിയൊരു മരുന്നാണ്, വലിയൊരു ഔഷധമാണ്. ഇനിയും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പീഡിപ്പിക്കരുത്. ഇങ്ങനെ തുടങ്ങുന്ന ഒരു സങ്കീർത്തനത്തിന് സമാനമുള്ള ഏതാനും കാര്യങ്ങൾ ഏതാനും ദിവസങ്ങളെടുത്ത് ഒരു സീരിയസായ ടോക്കായി അദ്ദേഹം അവിടെ വിളംബരം ചെയ്ത് 2008 ടൈം മാഗസിൻ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 100 മനുഷ്യരിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുകയും ചെയ്തു. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: അന്ന് ആ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവർ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. സൂയിസൈഡിനെ കുറിച്ച് കാര്യമായി ചിന്തിച്ചിട്ടുള്ളവർ അത് വേണ്ട എന്ന് വെച്ചു. ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടമാക്കി ഡ്രഗ്സിലേക്കൊക്കെ പോയിട്ടുള്ളവർ ഒരിക്കൽ കൂടി ശൈശവത്തിൻ്റെ സ്വപ്നങ്ങൾ വീണ്ടെടുത്ത് അവർ മുന്നോട്ട് പോയി. നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്: നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുക്കം നമ്മൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഒടുക്കം നമുക്ക് നുണ പറയാൻ കഴിയില്ല. കാരണം മരണത്തോളം സിൻസിയറായ മറ്റൊന്നില്ല. നമുക്ക് ധനവാനെ പോലെ ജീവിച്ചിട്ട് ലാസറിനെ പോലെ മരിക്കാൻ കഴിയില്ല. ജീവിക്കുന്നത് പോലെ നമ്മൾ മരിക്കും. ഒരു വൃക്ഷം തോട്ടിലേക്കാണ് ചാഞ്ഞിരിക്കുന്നതെങ്കിൽ അത് വെട്ടിയാൽ ഒരിക്കലും അത് കരയിലേക്ക് വീഴില്ല, മറിച്ച് അത് തോട്ടിലേക്കേ വീഴൂ. അന്ന് കാൽവരി കുന്നിൽ ഈശോയുടെ അവസാന സമയമാണ്. അതിനു മുമ്പ് നടത്തിയ പ്രഭാഷണങ്ങളിലൊക്കെ ആയിരക്കണക്കിന് മനുഷ്യർ പോലും പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നത് 5 അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് 5000-ലധികം പുരുഷന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരുപാട് പുരുഷാരമുണ്ടായിരുന്നു. പക്ഷേ അന്ന് കാൽവരിക്കുന്നിലെ പ്രസംഗത്തിൻ്റെ സമയത്ത് വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. അമ്മയുണ്ട്, ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് യോഹന്നാനുണ്ട്, ഒരു പറ്റം പാവപ്പെട്ട സ്ത്രീകളുണ്ട്. ഇവനെ മുറിവേൽപ്പിക്കാനും കുന്തവും മറ്റായുധങ്ങളുമായി കുറച്ച് റോമൻ പടയാളികളുണ്ട്. ഇങ്ങനെ വളരെ ചെറിയ ഒരു ഓഡിയൻസ് ഉള്ള സ്ഥലത്താണ് കാൽവരിക്കുന്നിൽ ഈശോയുടെ കുരിശ് ഉയർത്തപ്പെടുന്നത്. ഈ കുരിശുമരത്തെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ
ബലിവേദിയും വചനവേദിയുമാക്കി താൻ ജീവിച്ചത് മുഴുവൻ എന്തിനാണോ എന്നവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ വചനം ഇതാണ്: അബ്ബാ പിതാവേ, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവരറിയുന്നില്ല. ഭൂമിക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടി മണ്ണിലേക്ക് അവതരിച്ചതാണ് ഈശോ. അന്ന് ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മൾ കേട്ട പ്രധാനപ്പെട്ട വചനം അത് തന്നെയാണ്. സകലർക്കും വേണ്ടിയുള്ള രക്ഷയ്ക്കുള്ള സദ്വാർത്ത ഇതാ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. രക്ഷകനാണവൻ. 100 വട്ടം 1000 വട്ടം വീണുപോയിട്ടുള്ള മനുഷ്യർക്ക്, സ്വന്തമായും മറ്റുള്ളവരെ കൊണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാരാഗ്രഹങ്ങളിൽ കഴിയുന്ന മനുഷ്യർക്ക് സേവ്യറായി കടന്നു വന്നവനാണവൻ. അവൻ കുരിശിൽ കിടക്കുകയാണ്. പലരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരെന്തായിരിക്കുമോ അവസാനം പറയാനായിട്ട് ഉള്ളത്. സാധാരണയായി ചില പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്, കുരിശിൽ കയറ്റുന്ന മനുഷ്യരുടെ നാവുകൾ ക്ലിപ്പ് ചെയ്യുകയോ അറുത്ത് കളയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ സാധാരണമായ കാരണമായി അവർ പറയുന്നത് ഒട്ടേറെ ശാപവാക്കുകളായിരിക്കും ഇവർ മരിക്കാൻ സമയത്ത് പറയുന്നത്. കാരണം എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണല്ലോ പറയുന്നത്. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു പെയിനാണ്. ആ പെയിൻ്റെ സമയത്ത് അവർ തൻ്റെ തന്നെ ജീവിതത്തെ, ജന്മം നൽകിയ മാതാപിതാക്കളെ, ഈ കുരിശിലേക്ക് വഴി നടത്തിയ മുമ്പിൽ നിൽക്കുന്ന പടയാളികളെ മുഴുവൻ ശപിക്കാനാണ് സാധ്യത. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് മനുഷ്യർ നോക്കുന്നത്, ഇവൻ എന്താണ് പറയുന്നത്. അപ്പോഴാണ് ശേഷിക്കുന്ന പ്രാണൻ ജീവൻ എടുത്തുകൊണ്ട് അവൻ പറയുന്നത്, അബ്ബാ ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. വചനം പരിചയമുള്ള മനുഷ്യർക്ക് കൃത്യമായി അറിയാം. ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ആ കാൽവരി കുന്നിൻ്റെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട്, ഒരു ശതാധിപൻ. അയാൾ വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാണ്. എന്തുകൊണ്ടാണത്? കാരണം കുരിശിൽ കിടക്കുന്ന നേരത്ത്, അത്ര കണ്ട് വേദന അനുഭവിക്കുന്ന സമയത്ത് ഇത്രമാത്രം സമാധാനത്തോടെ മാപ്പിൻ്റെ വചനം പറയണമെങ്കിൽ അവനൊരു സാധാരണക്കാരൻ മനുഷ്യനല്ല, മറിച്ച് അവൻ ദൈവപുത്രൻ തന്നെയാണ്. മാപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 2 കാര്യങ്ങൾ മാത്രം ഇവിടെ കാണാനായിട്ട് ശ്രമിക്കാം. ഒന്ന്, നമ്മൾ ഈ മാപ്പ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ക്ഷമയെക്കുറിച്ച് പറയുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. അപ്പം നമ്പർ 1 ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, യു മസ്റ്റ് അക്സെപ്റ്റ് ദ ഗ്രേസ് ഓഫ് ഫൊർഗീവ്നെസ്. സ്വീകരിക്കാത്ത ഒന്ന് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. ഒന്നാമത് നമ്മളോട് തന്നെ പറയണം, പൊറുക്കാൻ പറ്റാത്ത, മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു പാപവും ഒരു വീഴ്ചയും എൻ്റെ ഭൂതകാലത്തിലുണ്ടായിട്ടില്ല. ദൈവസുതന് മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു തിന്മയും ഒരു വീഴ്ചയും എൻ്റെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കുറ്റബോധം കൊണ്ട് നമ്മളെ തന്നെ വേട്ടയാടാനായിട്ട് അനുവദിക്കുന്നത്? ദൈവം മാപ്പ് നൽകിയതിൻ്റെ മേൽ ഇനിയും മനുഷ്യൻ ചങ്കുലയ്ക്കുന്നത് ശരിയല്ല. പലപ്പോഴും നമ്മൾ ഒരു സെൽഫ് മെയ്ഡ് ആയിരിക്കുന്ന ഒരു ജയിലിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലേക്ക് നോക്കുമ്പോൾ, സഹോദരങ്ങളെ, നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കുക, ഏതൊരാളുടെ ഭൂതകാലത്തിലും ഒരുപക്ഷെ നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന, ഓർക്കാൻ താല്പര്യമില്ലാത്ത, അയ്യോ സംഭവിക്കാൻ അരുതായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു 100 വട്ടം കാര്യങ്ങൾ ഉണ്ടായേക്കാം. എത്രയെത്ര സംഭവങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ രാവും പകലും കടന്നു വരുന്നത്. എന്നാൽ മാപ്പ് നൽകുന്ന നാഥനെ നമ്മൾ സ്വീകരിച്ച് അവൻ്റെ മാപ്പ് നമ്മൾ ആ വചനം കേട്ട് കഴിയുമ്പോൾ അത് സ്വീകരിക്കാനായിട്ടിട വരിക. ദൈവമേ, അവിടുന്ന് എനിക്ക് മാപ്പ് നൽകുന്നുണ്ടല്ലോ, അത് സ്വീകരിക്കാൻ കൂടി എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒന്നാമതായി, അക്സെപ്റ്റ് ദ ഗ്രേസ് ഓഫ് ഫൊർഗീവ്നെസ്. ദൈവം നമുക്ക് മാപ്പ് തന്നിട്ട് ഇനിയും നമ്മളെ തന്നെ പീഡിപ്പിക്കരുത്. ബൈബിളിൽ ഒരു കൊച്ചു ഭാഗം കൂടി ഒരുപക്ഷെ ചേർത്ത് പിടിക്കുന്ന ഇത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അത് ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്.
അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത് എന്ന് പറയുന്നത്. ലോത്ത് ജീവിക്കുന്നത് കുമിഞ്ഞുകൂടിയ സോദോം ഗൊമോറയിലാണ്. പാപം കുമിഞ്ഞുകൂടിയ സോദോം ഗൊമോറ പട്ടണത്തിൽ അവർ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരിലും അവരുടെ മക്കളിലുമൊക്കെ ഈ പാപത്തിൻ്റെ ഒട്ടേറെ സ്കാറുകളുണ്ട്, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അബ്രാഹം ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ്. വിശ്വസ്തത കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനാണ്. വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹത്തോട് ആലോചന ചോദിക്കാതെ സോദോം ഗൊമോറ പട്ടണത്തിൻ്റെ മേൽ ഒരു ശാപത്തിൻ്റെ ശിക്ഷ കൊണ്ടുവരിക എന്ന് പറയുന്നത് ദൈവത്തിന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് അവൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയെ ഒട്ടേറെ ദൈവം സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുക്കം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ദൈവം തീരുമാനിക്കുകയാണ്. 2 ദൂതന്മാരെ അതിനു വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ ഓടി രക്ഷപ്പെടുക. കാരണം ഏതാനും സമയത്തിനുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സൊദോം ഗൊമോറ പട്ടണം തകർക്കപ്പെടും. പക്ഷെ അവർ ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അവർ പൊട്ടിച്ചിരിച്ച്, അവർക്ക് വിശ്വസിക്കാനായിട്ടതൊന്നും കഴിയുന്നില്ല. പക്ഷേ നിർബന്ധിച്ചു ഇവർ. അങ്ങനെ അവരെ ദൈവം ഈ ദൂതന്മാരിലൂടെ രക്ഷിച്ച് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുന്ന പട്ടണം സോവാർ എന്ന് പറയുന്ന പട്ടണമാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം നിങ്ങൾ തുറന്ന് വായിച്ചാൽ നിങ്ങൾക്കത് പിടികിട്ടും. സോവാർ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഓടി നിങ്ങൾ രക്ഷപ്പെടുക എന്നാണ് ഈ ദൂതന്മാർ പറയുന്നത്. മുമ്പിൽ ലോത്ത് പോകുന്നു, മക്കൾ പോകുന്നു. ഏറ്റവും പിറകിലായി പോകുന്നത് ലോത്തിൻ്റെ ഭാര്യയാണ്. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അവൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പുതൂണായി മാറിപ്പോയി. മനുഷ്യഭരണത്തിൻ്റെ സോദോമിൽ നിന്ന് ദൈവഭരണത്തിൻ്റെ സോവാറിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കരുത്. ഒരുപക്ഷെ നിങ്ങളും ഉപ്പുതൂണായി മാറിയേക്കും. കാര്യം ഇതാണ്, ഭൂതകാലത്തിൻ്റെ മേൽ ഇനിയും നിങ്ങൾ അടയിരുന്നാൽ നിങ്ങളും ഉപ്പുതൂണാകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:13 അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പിറകിലുള്ളവയെ വിസ്മരിച്ച് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ പോകുന്നു. ഭൂതകാലത്തെ, അത് എൻ്റെ മേൽ ഏൽപ്പിച്ച ഒട്ടേറെ ആഘാതങ്ങളെ, ഒട്ടേറെ മുറിവുകളെ, സുഖകരമല്ലാത്ത ഓർമ്മകളെ, അവയെ ഞാൻ വിസ്മരിച്ച് എന്ന് പറഞ്ഞാൽ മറന്നു കളഞ്ഞ് എൻ്റെ ഭാവിയിലേക്ക് ഞാൻ നോക്കുന്നു. ഭൂതകാലം ദൈവത്തിൻ്റെ കാരുണ്യത്തിന്, വർത്തമാനകാലം ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ഭാവി ദൈവത്തിൻ്റെ പരിപാലനത്തിന് നിങ്ങൾ അർപ്പിച്ചാൽ നിങ്ങൾ ഉപ്പുതൂണാകാതെ ദൈവം കാണിച്ചു തരുന്ന സോവാറിലേക്ക് യാത്രയാകാൻ കഴിയും. പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നമുക്കെത്താം. പിതാവേ, ഇവരോട് പൊറുക്കണമേ. ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ അവൻ തരുന്ന മാപ്പ് സ്വീകരിക്കുക. രണ്ടാമത്തത് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതെ നമുക്ക് പറ്റില്ല. ഗാന്ധി പറയുന്നുണ്ട്, ഈ തിയറി ഓഫ് റിറ്റാലിയേഷൻ, ഐ ഫോർ ആൻ ഐ വിൽ മേക്ക് എവ്രി ഹ്യൂമൻ ബീയിങ് ബ്ലൈൻഡ്. ഐ ഫോർ ആൻ ഐ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് തിയറി ഓഫ് റിറ്റാലിയേഷനാണ്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ബ്ലൈൻഡ് ആകാനെ സഹായിക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മുറിവേൽപ്പിച്ച മനുഷ്യരുണ്ട്, നമ്മുടെ തന്നെയും ജീവിതം വല്ലാതെ തല്ലിത്തകർത്ത മനുഷ്യരുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മൾ ജീവിച്ചു വളർന്ന നമ്മുടെ വില്ലേജിൻ്റെ പ്രത്യേകത കൊണ്ട് യഥാവിധമുള്ള ബോധമുള്ള ഗുരുക്കന്മാർ നമുക്ക് ഇല്ലാതെ പോയതുകൊണ്ട്, നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളില്ലാതെ പോയതുകൊണ്ടുമൊക്കെ ദുരുപയോഗിക്കപ്പെട്ട ചെറുപ്പകാലം, കൗമാരത്തിൻ്റെ വിശുദ്ധി, അല്ലെങ്കിൽ ബാല്യത്തിലെ നിഷ്കളങ്കത, ഇങ്ങനെ തുടങ്ങി എത്രയെത്ര കാര്യങ്ങളായിരിക്കും, യൗവനത്തിലെ നമ്മുടെ സ്വപ്നങ്ങൾ, ഇങ്ങനെ ഇവയൊക്കെ തല്ലി തകർക്കപ്പെട്ട അനുഭവങ്ങൾ ഇല്ലാത്തവർ ആരാണുള്ളത്? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതിൻ്റെ ഇരകളായി വന്നവരും ഈ വിധത്തിൽ മറ്റുള്ളവരെ വേട്ടയാടിയ മനുഷ്യരുമാണ് നമ്മളിൽ പലരും. ഇവിടെ ഫൊർഗീവ്നെസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വിപരീതമായ അനുഭവങ്ങൾ സ്വീകരിച്ച മനുഷ്യർ ഫൊർഗീവ്നെസ് കൊടുക്കുക എന്ന് നമ്മൾ ഓർക്കണം. ഈശോ
കുരിശിൽ ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് അപ്പുറത്തൊരുവൻ സ്നേഹിത എന്ന് വിളിച്ചും അവസാനം തൻ്റെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഈശോ ശ്രമിച്ചിട്ടും അതിൽ നിന്നെല്ലാം കുതറി മാറി സ്വയം നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന യൂദാസിനെ നമുക്ക് എങ്ങനെയാണ് മറക്കാനായിട്ട് കഴിയുന്നത്? ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ മടങ്ങി വരുന്ന നേരത്താണ് യൂദാസ് വരുന്നത്. യൂദാസ് വന്ന് ചെയ്യുന്നത് ചുംബനമാണ് കൊടുക്കുന്നത്. ഈശോ അവിടെ ഹൃദയഭേദകമായൊരു വചനം പറയുന്നുണ്ട്. യൂദാസെ, ചുംബനം കൊണ്ടാണോ നീ ഒറ്റുകൊടുക്കുന്നത്? ചുംബനത്തിന് അന്നേ വരെ ഒരൊറ്റ അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും ഒക്കെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ അല്ലാതെ പിന്നെ മറ്റെന്ത് എക്സ്പ്രഷനാണ്? പക്ഷെ എന്നാൽ അന്ന് മുതൽ ചുംബനത്തിന് മറ്റൊരർത്ഥം കൂടി വന്ന് വേണമെങ്കിൽ അത് ഒറ്റുകൊടുക്കാനുള്ള കാര്യം കൂടി ആകാം. ഒന്ന് മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന ഈശോയെ അവനെയാണ് കൊണ്ടുപോയി ക്രൂശിക്കേണ്ടത് എന്ന് കാണിക്കാൻ പല വഴികളുണ്ടായിരുന്നു. കാരണം അത് വലിയൊരു ക്രൗഡൊന്നും അല്ലായിരുന്നല്ലോ. കൈ ചൂണ്ടിക്കാണിക്കാം, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും പറഞ്ഞ് അത് കാണിക്കാം, അല്ലെങ്കിൽ അത് പറയാം ഇവനാണ് നസ്രായനെന്ന്. പല വഴികളുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ചെയ്തതാകട്ടെ ചെന്ന് ചുംബിച്ചു. യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റുകൊടുക്കുന്നത്? എന്നിട്ടും ഈശോ യൂദാസിനെ വിളിക്കുന്നത് സ്നേഹിത എന്നായിരുന്നു. ഇനി മുതൽ ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കില്ല, സ്നേഹിത എന്നാണ് വിളിക്കൂ. അപ്പോൾ ലാസ്റ്റ് പോലും ഈശോ നടത്തുന്ന ശ്രമം സ്നേഹം കൊണ്ട് അവനെ വീണ്ടെടുക്കാനാണ്. പക്ഷേ ആ സ്നേഹവലയത്തിൽ നിന്ന് കുതറി മാറി സ്വയം നിന്നുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു കാര്യം നമ്മൾ മറക്കരുത്. അബ്ബാ പിതാവേ, ഇവനോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവരറിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് യൂദാസിന് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയാണത്. ഒറ്റുകൊടുക്കുന്നവർക്ക് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയാണ്. ഒരാളെയും ഒഴിവാക്കാൻ കർത്താവിന് കഴിയുമായിരുന്നില്ല. ഇത് പറയുന്നത് കൃപ സ്വീകരിച്ച, മാപ്പ് സ്വീകരിച്ച നമ്മൾ മറ്റുള്ളവർക്കും മാപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാപ്പ് കൊടുത്തില്ല എങ്കിൽ ഒരർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അവസാനം നിങ്ങൾ കേൾക്കുന്നില്ലേ? പിതാവേ, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഈശോ പൊറുതി കൊടുക്കാൻ ഒരു റീസൺ കണ്ടെത്തുകയാണ്. അതെന്താണത്? അജ്ഞതയാണ്. അജ്ഞതയ്ക്ക് എല്ലാ കാലത്തും മാപ്പുണ്ട്, എല്ലായിടത്തും മാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരറിയുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും, യൂദാസിന് അറിയാമായിരുന്നില്ലേ? അല്ലെങ്കിൽ മറ്റു പലർക്കും അറിയാമല്ലോ ഇത് തെറ്റാണ് എന്ന്. നമ്മൾ പലപ്പോഴും കരുതുന്നത് പഠിച്ചതുകൊണ്ട് ഒരു മനുഷ്യന് ഈ ജ്ഞാനം ഉണ്ടാകുമെന്നാണ്. ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കൂടെ നടന്നതുകൊണ്ട് അവന് പലതും കിട്ടുമെന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തെളിയേണ്ട ഒരു വെളിച്ചമാണല്ലോ. ഇത് ഗുരുവാണ്, ഇത് രക്ഷകനാണ്, ഇത് കർത്താവാണ് എന്ന്. അപ്പോൾ സത്യത്തിൽ അജ്ഞത എന്ന് പറയുന്നൊരു റീസണാണ് ഈശോ സകലർക്കും മാപ്പ് കൊടുക്കാനായിട്ട് കണ്ടെത്തുന്നത്. നമ്മൾ ഓർക്കണം, വീണുപോയ മനുഷ്യന് മാപ്പുണ്ട്, എന്നാൽ വീണ മാലാഖയ്ക്ക് മാപ്പില്ല. കാരണം എന്താണ്? അജ്ഞത എന്ന് പറയുന്നൊരു റീസൺ മാലാഖയുമായി ബന്ധപ്പെട്ട് പറയുക എളുപ്പമല്ല. മാലാഖ അരൂപിയാണ്. അരൂപിയിൽ ദൈവത്തെ കണ്ടവന് മാപ്പില്ല. എന്നാൽ പൂർണ്ണമായ വെളിച്ചമില്ലാത്ത, ഇനിയും ആ വെളിച്ചത്തിലേക്ക് കടന്നു വരാത്ത മനുഷ്യന് മാപ്പുണ്ട്. 2 കൊറിന്ത്യൻസിൻ്റെ 2:8 നമ്മൾ വായിക്കുന്നത്. അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവരറിഞ്ഞിരുന്നില്ല. അവരറിഞ്ഞിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. അപ്പോൾ അജ്ഞത എന്ന് പറയുന്നൊരു റീസണാണ് കർത്താവ് അവിടെ കണ്ടെത്തുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ധ്യാനിച്ച വചനം നമുക്കൊന്ന് സംഗ്രഹിക്കാം. ആരംഭത്തിൽ പറഞ്ഞത് ഇതാണ്: ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം അയാൾ പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുരിശിൽ അവൻ പറയുന്ന ഈശോയുടെ ചാവരുളാണ് സത്യത്തിൽ കുരിശിലെ 7 മൊഴികൾ എന്ന് പറയുന്നത്. അതിലെ 1-ാമത്തെ മൊഴി തൻ്റെ പ്രിയപ്പെട്ടവർക്കുള്ള മാപ്പിൻ്റെ മൊഴിയാണ്.
പിതാവേ, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഈ ദിവസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സ്പിരിച്വൽ എക്സസൈസ് ഇതാണ്. നമ്മൾ നമുക്ക് മാപ്പ് കൊടുക്കേണ്ട ചില മേഖലകൾ കണ്ടെത്തുക. ഇനിയും ഭൂതകാലത്തിൽ നമ്മളെ തന്നെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക, ആ സംഭവങ്ങൾ കണ്ടെത്തുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ഇനിയും എന്നോട് പൊറുത്തിട്ടില്ലാത്ത മേഖലകൾ കണ്ടെത്തി അവ ഈശോയ്ക്ക് കൈമാറി മാപ്പ് സ്വീകരിക്കുക. എങ്കിൽ ഈ ദിവസം ഒരുപാട് അനുഗ്രഹത്തിൻ്റെ ദിവസമാകും. ഈശോ നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വചനം നമുക്ക് അടുത്ത ദിവസം ധ്യാനിക്കാം.